വിജയദശമിയും ആരോഗ്യവും എന്ന് പറഞ്ഞിട്ട് വിഷയം. എന്താണ് വിജയദശമിയും ആരോഗ്യം എന്ന് പറഞ്ഞ ബന്ധം നമുക്ക് പലർക്കും തോന്നാം. ഇത് കണ്ട പുരാണങ്ങളിലെ കഥയല്ലേ, ഇതുമായിട്ട് എന്താണ് ആരോഗ്യത്തെ ബന്ധം എന്ന് പലർക്കും ചോദിക്കാം. വളരെ അടുത്ത അഭേദ്യമായ ബന്ധമാണെന്ന് എനിക്ക് പറയാനുള്ളത്. പുരാണങ്ങള് എന്ന് പറയുന്നത് കഥകളാണ്. പക്ഷെ വെറും കഥകളല്ല, സാരോപദേശ കഥകളാണ്, തത്വബന്ധിയായിട്ടുള്ള കഥകളാണ്, സ്വോദ്ദേശ കഥകളാണ്. ഈ കഥകൾക്കൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മളുടെ ദൗർബല്യങ്ങളായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ദൗർബല്യങ്ങളെ രാക്ഷസന്മാരായിട്ടാണ് പറഞ്ഞത്. രാക്ഷസന്മാർ നമ്മൾ വിചാരിക്കും വലിയ കറുത്ത പോത്തിനെ പോലെ ഇരിക്കുന്ന വലിയ കൊമ്പൊക്കെയുള്ള അങ്ങനെയുള്ള രൂപങ്ങളൊന്നും അല്ല. അത് പറയണത് നമ്മളൊരു ഭീഭത്സം ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. രാക്ഷസന്മാർ നമ്മളെപ്പോലെ തന്നെ ഇരിക്കും. നമ്മളിൽ തന്നെ രാക്ഷസന്മാരുണ്ട്. രാക്ഷസൻ എന്ന് പറഞ്ഞവിടെ മനസ്സ് തന്നെയാണ് രാക്ഷസൻ. ദേവി എന്ന് പറയുന്നത് ബുദ്ധിയാണ്. 10 ദിവസം 10 പലതരത്തിലുള്ള രാക്ഷസന്മാരുമായിട്ട് ദേവി ഏറ്റുമുട്ടി അവസാനം വിജയിക്കുന്നതാണ് ഈ വിജയദശമിയുടെ കഥ. അപ്പൊ പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ, അതിനെ കാമം, ലോഭം, മതം, മാത്സര്യം, ഡംബ്, അഹങ്കാരം, പലതരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത്തരമുള്ള വികാരങ്ങളെല്ലാം മനസ്സിന്റെ വികാരങ്ങളാണ്. ഈ വികാരങ്ങള് മനുഷ്യനെ നശിപ്പിക്കും, അവന്റെ അധപ്പതനത്തിന് കാരണമായി തീരും. അപ്പൊ അത്തരം ഈ അധപ്പതനത്തിലേക്കുള്ള യാത്രയെ ബുദ്ധി കൊണ്ട് നേരിടണം. മനസ്സിനെ ബുദ്ധി കൊണ്ട് നേരിട്ട് വിജയിക്കുക. ഇതാണ് ഈ കഥയുടെ ഉദ്ദേശം. ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ആളായി തീർന്നു. പ്രമേഹമോ, പ്രഷറോ, വെരിക്കോസോ, ഫാറ്റി ലിവറോ, കൊളസ്ട്രോളോ, ഹൈപ്പർ ടെൻഷനോ, ഇത്തരം രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് നമ്മളുടെ തെറ്റായ ജീവചര്യ കൊണ്ടാണ്. ശരീരത്തിൽ യോജിക്കാത്ത ജീവചര്യ നിന്നുണ്ടാകുന്ന രോഗമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ. തെറ്റായ ജീവിതശൈലി നിന്നുണ്ടാകുന്ന രോഗം ജീവിതശൈലി രോഗം. ഇത് ബാക്ടീരിയ, വൈറസ്, രോഗാണുക്കൾ വരുന്ന രോഗമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മരുന്നിന്റെയും ഡോക്ടറെയും ആവശ്യമില്ല. മരുന്നിനും ഡോക്ടർക്കും ഒന്നും ഇതിനകത്ത് ചെയ്യാനുമില്ല. തൽക്കാലം നിങ്ങളുടെ ചില പ്രശ്നങ്ങളെ കുറയ്ക്കാന്നല്ലാതെ ഈ രോഗത്തെ കുറയ്ക്കാനോ മാറ്റാനോ ലോകത്തുള്ള ഒരു മരുന്നിന് സാധ്യമല്ല. നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ നിങ്ങൾ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്നൊക്കെ പടിപടിയായിട്ട് പുറത്തു കിടക്കാൻ സാധിക്കും. ഞാനൊരു 100 കണക്കിന് ആളുകളെ ഈ മൂവാറ്റ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ്സുകൾ പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അനുഭവമുള്ളതാണ്, വിജയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നമുക്ക് സാധിക്കുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ അതിലേക്ക് വരാനുള്ള ചില വൈമുഖ്യമാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ കാരണം, പ്രശ്നങ്ങൾ നിലനിൽക്കാനുള്ള കാരണം. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുക? ഒന്ന്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം, ഇതിന് നമുക്ക് ബുദ്ധി കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. അതിന് പകരം നമ്മളിപ്പോൾ കഴിക്കുന്ന മിക്കവാറും ആഹാരങ്ങള് ശരീരത്തിന് ഗുണകരമല്ല, നിങ്ങളുടെ മനസ്സിന് ഹിതകരമായ ആഹാരമാണ് കഴിക്കുന്നത്. ഇതാണ് രോഗത്തിന്റെ പ്രധാന കാരണം. അതുപോലെ അതിന്റെ ക്വാണ്ടിറ്റി, അളവ്, അത് നിങ്ങളുടെ വയറല്ല തീരുമാനിക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, അതുപോലെ ശരീരത്തിന് ദ്രോഹകരമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാക്കുന്ന, രോഗിയാക്കി തീർക്കുന്ന സാധനങ്ങൾ ചേർത്ത് ടേസ്റ്റ് വർദ്ധിപ്പിച്ച്, അതുപോലെ കേടാവാതിരിക്കാൻ ചില പ്രിസർവേറ്റീവ്സുകൾ ചേർത്ത്, അങ്ങനെ ആഹാരത്തെ ഒരു പാഷാണമാക്കി, വിഷമാക്കി മാറ്റി മിക്കവാറും പേര് കഴിക്കണത്. ഇതാണ് രോഗത്തിന്റെ കാരണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആഹാരം അതുപോലെ കഴിക്കുന്ന ഒരു ജീവിക്കും ഒരു രോഗവും ഇല്ല. നമുക്കുള്ളതിന് 100 രോഗം അവർക്കുള്ള ഒരു സുഖം സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ നമ്മളുടെ രോഗത്തിന്റെ കാരണം ഇതാണ്. പ്രമേഹത്തിന്റെ കാര്യം എടുത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമത്. നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യമാണ് രോഗത്തിന്റെ പ്രധാന കാരണം. മറ്റ് പോഷകങ്ങളുടെ കുറവാണ് ഇതിന്റെ കാരണം. രണ്ടാമത് വ്യായാമത്തിന്റെ കുറവാണ് ഇതിന്റെ പ്രധാന മറ്റൊരു കാരണം.
അങ്ങനെയുള്ള കാരണങ്ങളിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റൽ എളുപ്പമാണ്, നടക്കില്ല. ഇന്ന് വരെ ലോകത്ത് ഇതിനുള്ള മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ആഹാരത്തിൽ മാറ്റം വരുത്തി കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിച്ച് മറ്റ് പോഷകാംശങ്ങളൊക്കെ ഉള്ള ആഹാരത്തിലേക്ക് വന്ന് ബാലൻസ് ഡയറ്റിലേക്ക് വന്ന് കുറച്ച് വ്യായാമം വെച്ചാൽ സുഖ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതാണ് ഇതിനകത്ത് നമ്മളിതിനകത്ത് ചണ്ടമുണ്ടന്മാരെ അങ്ങനെയുള്ള അസുരന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവരൊക്കെ ഈ ആഹാരത്തിലും അതുപോലുള്ള കാര്യങ്ങളിൽ സെക്സിലൊക്കെ അമിതമായിട്ട് ആർത്തി പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വരാൻ പോകുന്നത് രോഗമാണ്. അതുപോലെ ഈ ഹിരണ്യകശിപുവിനെ കുറിച്ച് ഹിരണ്യാശിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കണ്ണ് ഹിരണ്യത്തിലാണ്, കണ്ണ് സ്വർണത്തിലാണ്, ധനത്തിലാണ് കണ്ണ്. അങ്ങനെ അമിതമായിട്ട് പണം ഉണ്ടാക്കാനുള്ള ഓടി തളർന്ന ആളുകളാണ് പല ആളുകളും. അതൊക്കെ ഈ എപ്പോഴുമുള്ള ഈ ഉത്കണ്ഠയും ഈ സ്ട്രെസ്സും ഇതെല്ലാം നമ്മളെ രോഗിയാക്കി തീരും. ആദി വ്യാധിയായി തീരുക എന്ന് പറയും. ആദി വ്യാധിയായിട്ട് തീരും. ഈ പ്രമേഹമുള്ള ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും ആഹാരം കഴിച്ചിട്ട് മാത്രം ഉണ്ടാവുന്ന രോഗമല്ല. ഇത് മെന്റൽ ഡിസീസ് കൂട്ടിയാണ്, മനോജന്യ രോഗങ്ങൾ, മനസ്സിന്റെ പല രോഗങ്ങളും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അസ്വസ്ഥമായ മാനസിക രോഗത്തെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആശുപത്രിയിൽ മരുന്ന് വെച്ചാൽ മാത്രമേ രോഗം മാറില്ലെന്ന് പറയാൻ കാരണം. നിങ്ങളുടെ മനസ്സിനെ കൂടി ശാന്തമാക്കിയാലേ രോഗത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത് മനസ്സിന് കൂടിയിട്ട് ആരോഗ്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത് ഒരു ഇച്ഛാശക്തിയാണ്. ഈ എന്റെ രോഗത്തിന്റെ കാരണങ്ങൾ ഇങ്ങനെ കാരണങ്ങളാണ്. ഇത് നേരത്തെ പറഞ്ഞ രോഗാണുക്കൾ വരുത്തിയ രോഗമല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാലേ ഈ രോഗത്തെ മാറ്റാൻ പറ്റൂ എന്നുള്ള ഉറച്ച വിശ്വാസം ആദ്യം മനസ്സിലുണ്ടാകണം. രണ്ടാമത്, ഈ രോഗത്തിൽ നിന്ന് ഞാൻ പുറത്തു കടക്കും, ഞാൻ എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. കാരണം ഈ ശരീരമാണ് ഏറ്റവും വലിയ ധനം. എന്റെ ജീവിത വിജയത്തിനുള്ള ഉപകരണ ശരീരമാണ്. ഒരു ദുർബലമായ ശരീരമായിട്ട് രോഗിയായി തീർന്നാൽ എനിക്കൊന്നും ഈ രോഗത്തിൽ നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ തൽക്കാലം വായിന്റെ സുഖത്തിന് വേണ്ടി വേണ്ടാത്തൊക്കെ വലിച്ചു വാരി തിന്ന് ഈ ശരീരത്തെ നശിപ്പിക്കാൻ തയ്യാറില്ല. എന്റെ പുരോഗതിയിലേക്കുള്ള വഴിയെ തടസ്സപ്പെടുത്താൻ ഒരിക്കലും ഞാൻ നാക്കിനെ സമ്മതിക്കില്ല. ദൃഢമായ നിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുത്താല് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ശരീരത്തെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിർത്താൻ സാധിക്കും. ശരീരത്തെ ആരോഗ്യത്തോടെ നിർത്താൻ സാധിക്കും. നിങ്ങളുടെ മനസ്സ് പോകുന്ന സ്ഥലത്ത് ശരീരം എത്തും. പലപ്പോഴും മനസ്സ് പോകുന്നിടത്ത് ശരീരം എത്തണില്ല. ഇതാണ് വിഷയം. അതിന് ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. സുഖം അനുഭവിക്കാനുള്ള ഉപകരണമാണ് ശരീരം. ഈ ശരീരത്തിൽ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ശരീരത്തെ നമുക്ക് ഏറ്റവും വലിയ ധനമായിട്ട് സ്വത്തായിട്ട് നിലനിർത്താൻ സാധിക്കണം. അതിനൊന്നും നമ്മൾ ആഹാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. 2, വ്യായാമം. ആലസ്യം, നിദ്ര, ജഡത്വം, ഇതൊക്കെ മാത്രമാണ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യം പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ കവർ ചെയ്തിട്ട് എന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമം ഞാൻ ദിവസവും ചെയ്യും. ഭൂമി ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഞാൻ നിങ്ങൾക്ക് മാറ്റം വരുത്തില്ല എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ വ്യായാമം ചെയ്യാം, ഒരു അരമണിക്കൂർ യോഗാസനമോ പ്രാണായാമോ ഒക്കെ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പൊ ആഹാരത്തിൽ മാറ്റം വരുത്തണം, വേണ്ടാത്ത ഉപേക്ഷിക്കണം, വേണ്ടത് നമ്മൾ സ്വീകരിക്കണം. വളരെ കൂടുതൽ ആഹാരം കഴിക്കരുത്, വളരെ കുറച്ച് ആഹാരം കഴിക്കരുത്, ടേസ്റ്റ് മാത്രം നോക്കി ആഹാരം കഴിക്കരുത്. ശരീരത്തിന് ഗുണകരമായ ആഹാരത്തിലേക്ക് വരണം. അപ്പൊ ആഹാരവുമായി വ്യായാമവുമായി ഈ 2 കാര്യം വിജയിക്കാൻ സാധിക്കും. പിന്നെ വേറെ ഒന്ന് മനസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ഓവർ സെക്സ് നമ്മളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും. അതാണ് മഹിഷാസുരന്റെ കഥ പറഞ്ഞത്. മഹിഷാസുരനായിട്ട് ദേവി ഏറ്റുമുട്ടണുണ്ട്. സ്ത്രീ ഒരു വലിയ വീക്കൻസ് ആയ ആള്, ഇത് പുരുഷനുമായി വരാട്ടോ, തിരിച്ചങ്ങോട്ടും കൂടും വരാം. അപ്പൊ നമ്മൾ വിചാരിക്കും മഹിഷാസുരൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പുരാണങ്ങളില്
ഈ രാക്ഷസന്മാരെ ദുഷ്ടശക്തികളും മഹിഷം പോത്തിനെടുത്ത് ഒപ്പിക്കണത്. പോത്തല്ല സത്യത്തില്. 2 കൊമ്പും വാലും 4 കാലും വലിയ തടിച്ച ശരീരവും കറുത്ത രൂപം അങ്ങനെയുള്ള അല്ല രാക്ഷസൻ. രാക്ഷസന്മാർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന രാക്ഷസീയതയെ സൂചിപ്പിക്കുന്നത്. ആ രാക്ഷസനെ ജയിക്കാൻ സാധിക്കണം. അതുപോലെ ആലസ്യം, ഉറക്കം, ഇന്നത്തെ പണി നാളത്തേക്ക് മാറ്റി വയ്ക്കുക. പലരും തീരുമാനിക്കും ഷുഗർ ബേസ് ഓൺലൈൻ കോഴ്സിൽ പങ്കെടുക്കണം, അടുത്ത മാസമാവട്ടെ, പിന്നത്തെ മാസമാവട്ടെ. ജൂൺ മാസം കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പൊ നമ്മുടെ തിരക്കൊക്കെ തീരും. അവർക്ക് ലോകമുള്ള കാലത്തോളം ഈ ക്ലബ് കോഴ്സിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അവരുടെ ആഹാരത്തിൽ ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. അവരൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നാളത്തേക്ക് മാറ്റി വെക്കരുത്, ഇന്ന് തന്നെ തുടങ്ങുക. ശുഭസ്യ ശീക്കരം എന്ന് പറയും. നല്ല കാര്യം ഇന്ന് തന്നെ തുടങ്ങുക. അവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ നവരാത്രി കാലം, ഈ 10 ദിവസം ഇത്തരം വിജയത്തിനുള്ള ദിവസമായിട്ടാണ് ഭാരതത്തിൽ ആചരിച്ചു വരുന്നത്. ഇതിന് വേറെ നമ്മൾ മതവുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നടക്കാൻ തീരുമാനിക്കുക. അപ്പോൾ ഈ ചണ്ടമുണ്ടന്മാരും നിശൂരന്മാരും അതുപോലെ തന്നെ മഹിഷാസുരനും രക്തബീജനും ധൂമാമഷനും ഹിരണ്യാക്ഷനും ഇങ്ങനെ പലതരത്തിലുള്ള ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാര്യ തന്നെ നിങ്ങൾക്ക് എതിരായി തീരാം, ഭർത്താവ് ഭാര്യയ്ക്കെതിരായി തീരാം, കുട്ടികൾ ഉപദേശിക്കുക അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആഹാരങ്ങൾ, ജീവിതമല്ലേ ഉള്ളൂ, നമുക്ക് കിട്ടണത് കഴിച്ച് ജീവിക്കുക എന്ന് പറയും. ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ടാവാം. സ്നേഹത്തിൽ ചിലപ്പോൾ ഭാര്യ പറയും ഇന്ന് നിങ്ങളുടെ ഈ ഭക്ഷണം കഴിക്കുക. അതുപോലെ പറഞ്ഞ രാമകൃഷ്ണനെ നോക്ക്, അപ്പുറത്തെ ഔസപ്പിനെ നോക്ക്, അവരൊക്കെ കിട്ടണ കഴിച്ചു, അവർക്ക് വലിയ പ്രശ്നമുണ്ടോ? നിങ്ങൾ ഈ ഇതിന് യോഗ ചെയ്ത് ഈ ആഹാരം ഇങ്ങനെ പ്രകൃതി ഭക്ഷണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആദ്യം നമ്മളെ പ്രേരിപ്പിക്കും. ദേവി മഹിഷാസുരൻ ചെയ്ത പോലെ. രണ്ടാമത് നമ്മളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കും. മൂന്നാമത് നമ്മൾ ഇതെനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ.